വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു ചെന്ന് അധികാരത്തിന്റെ മുഷ്കുപയോഗിച്ച നിരപരാധികളായ വളർന്നു വരുന്ന പുതിയ തലമുറയെ ക്രൂരമായി കശാപ്പ് ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കുക സാധ്യമാണോ? അതാണ് ഇന്ന് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ ക്യാമ്പസുകളിൽ വരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മോഡിയോട് വിയോജിക്കാൻ പാടില്ല, സംഘപരിവാറിനോട് വിയോജിക്കാൻ പാടില്ല, സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന വർഗീയ ധ്രുവീകരണ അജണ്ടകളോട് നോ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നവരോട് ഞങ്ങൾ എങ്ങനെ പെരുമാറുമെന്നാണ് രോഹിത് വെമുലയിലൂടെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മുഹമ്മദ് നജീബിലൂടെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാണിക്കുന്ന ഭരണകൂടത്തോടാണ് SIOവിന്റെ ചുണക്കുട്ടികൾ പറയുന്നത് ഞങ്ങൾ വിയോജിച്ചുകൊണ്ടേ ഇരിക്കും, ഞങ്ങൾ ആ അർത്ഥത്തിൽ എതിർത്തുകൊണ്ടേയിരിക്കും. മുഹമ്മദ് നജീബിലൂടെ രോഹിത് വെമുലയിലൂടെ ഒരു വിദ്യാർത്ഥി പക്ഷത്തിന്റെ വളർച്ചയെ ഒരർത്ഥത്തിലും തടയിട്ട് നിർത്താൻ സാധ്യമല്ല എന്ന് ക്യാമ്പസുകളിലേക്ക് സംഘപരിവാർ കടന്നു വരുന്ന കാഴ്ച. ഫാത്തിമ നസീഫ് എന്ന് പറയുന്ന ഉമ്മ ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ സിംഹാസനത്തിന്റെ താഴെ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തോട് ചോദിക്കുന്ന ചോദ്യം വേർ ഈസ് നജീബ് എന്നാണ്. എവിടെയാണ് എന്റെ മകൻ എന്നുള്ള ചോദ്യമാണ്. പഠിക്കാൻ ക്യാമ്പസിലേക്ക് പറഞ്ഞു വിട്ട എന്റെ മകൻ, പഠിക്കുന്ന എന്റെ മകൻ, ബുദ്ധിസാമർത്ഥ്യമുള്ള എന്റെ മകൻ രാജ്യത്ത് തന്റേതായ ആശയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ പേരിൽ സംഘപരിവാർ വിദ്യാർത്ഥി പ്രസ്ഥാനം ക്രൂരമായി കൈകാര്യം ചെയ്ത എന്റെ മകൻ എവിടെ എന്ന ചോദ്യമാണ് എന്ന് മുഹമ്മദ് നജീബിന്റെ ഉമ്മ ഇന്ത്യയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ചോദ്യശരങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വേള ആ ചോദ്യശരങ്ങളെ ഭരണകൂടത്തിന് അവഗണിക്കാം. ഞാൻ പറയുന്നു, ഈ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ അതിനോട് കൃത്യമായ മറുപടി പറയാതെ ഭാവി ഇന്ത്യയിലെ സംഘപരിവാർ ഭരണകൂടത്തിന് ഒട്ടനവധി നാൾ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നതാണ് ഭരണകൂടം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം സമൂഹത്തിന് നേരെ, ദലിതുകൾക്ക് നേരെ, നിങ്ങൾക്കറിയാം, ദലിതുകൾ ചുട്ടുകൊല്ലുന്ന ഇന്ത്യ, ക്രൈസ്തവ മിഷണറിമാരെ അപമാനിക്കുന്ന ഇന്ത്യ, കന്യാസ്ത്രീകളോട് ക്രൂരമായി പെരുമാറുന്ന ഇന്ത്യ, അതുപോലെ തന്നെ ആഹാര സ്വാതന്ത്ര്യത്തിൽ വരെ കൈവച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ. ഒരു ഘട്ടത്തിൽ തൃശൂലമാണ് കയ്യിലേന്തിയിരുന്നത് എങ്കിൽ ഇന്ന് ഒരു മൃഗത്തെ പിടിച്ചുകൊണ്ട് അഥവാ പശുവിന്റെ രാഷ്ട്രീയത്തെയാണ് രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോമാംസം കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ കാലികളെ മേയ്ക്കാൻ പാടില്ല, കുന്നു കെട്ടിത്തൂക്കാൻ മടിക്കാത്ത സ്ത്രീകളെ പോലും അവർ ഗോമാംസം പാചകം ചെയ്തു എന്ന് പറഞ്ഞ് അതിക്രൂരമായി അപമാനിക്കുന്ന ഒരു ഭരണകൂടത്തെ രാജ്യത്തിന് ഏതർത്ഥത്തിലാണ് വെച്ചുപൊറുപ്പിക്കാൻ സാധിക്കുക? ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നു മുതലാണ് സംഘപരിവാറിന് ഗോമാംസം നിഷിദ്ധമാക്കപ്പെട്ടത്? നിങ്ങൾ വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ഹൈന്ദവ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ പ്രവർത്തിക്കുന്നത്? സംഘപരിവാർ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾക്കറിയാം, അവർ വേദത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല, അവർ ഹൈന്ദവ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല. ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ സുഹൃത്തുക്കളിലേക്ക് മതത്തിന്റെ ഛായ അണിഞ്ഞുകൊണ്ട് കടന്നു വന്ന ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ്. ഹെഡ്ഗേവാറോ ഗോൾവാൾക്കറോ മതഭക്തരായിരുന്നില്ല എന്ന ചരിത്ര യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഋഗ്വേദത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട, നിങ്ങൾക്കറിയാവുന്നതുപോലെ, ഇന്ദ്രദേവൻ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഗോമാംസമായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, 300ഓളം പശുക്കളെ അറുത്തുകൊണ്ടാണ് അവർ എന്നെ സ്വീകരിച്ചത് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങൾ നമ്മൾ പരതിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആഹാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലാത്ത, മതത്തിന്റെ നിറം പ്രത്യേകമായ മൃഗങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത ഒരു വേദഗ്രന്ഥത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തോട് സംവദിക്കുന്നതിന് പകരം വൈകാരികമായ ഒരുപാട് കൊടിയടയാളങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് അധിനിവേശത്തിനും വർഗീയ ധ്രുവീകരണത്തിനും സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുപോലുള്ള ഒരു ഭരണകൂടത്തെ ഇന്ത്യ കണ്ടിട്ടില്ല. ആഹാരത്തിന്റെ വരെ സ്വാതന്ത്ര്യത്തിൽ അവർ കൈവച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫേക്ക് എൻകൗണ്ടറുകൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി ഫേക്ക് എൻകൗണ്ടറുകൾ നടന്നു കഴിഞ്ഞു. ഏതാണ്ട് 290ഓളം ഫേക്ക് എൻകൗണ്ടറുകൾ നമ്മുടെ രാജ്യത്ത് നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടതാണ്. രാജ്യത്ത് നിരപരാധികളായ നിരവധി ചെറുപ്പക്കാർ ഈ ഫേക്ക് എൻകൗണ്ടറുകളിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയില്ലേ, കായംകുളത്തെ നിങ്ങൾ അറിയുന്ന അബ്ദുള്ള ജാവേദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന്
ഗോപിനാഥ പിള്ള എന്ന് പറയുന്ന SNDP ശാഖയുടെ ഭാരവാഹിയായ ഗോപിനാഥ പിള്ളയുടെ മകനാണ് യഥാർത്ഥത്തിൽ ഈ അബ്ദുള്ള ജാവേദ് ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഈ ഫേക്ക് എൻകൗണ്ടറിന്റെ പേരിലാണ്. ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ക്രൂരമായി അധികാരി വർഗത്തിന്റെ പട്ടുമളയും കിട്ടുന്നതിന് വേണ്ടി കുരുതി കൊടുക്കുന്നത് ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഫേക്ക് എൻകൗണ്ടറുകളിലൂടെ നിരപരാധികളാണ് കുരുതി കൊടുക്കപ്പെട്ടത് എന്ന് പറയാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സാധ്യമല്ല. കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളീയ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സന്ദർഭമാണിത്. കേരളത്തിലെ പോലീസിനോട് നമുക്ക് പറയാൻ കഴിയണം, കേരളത്തിലെ പോലീസ് ഒരിക്കലും ബോഡിക്ക് പഠിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ കേരളം പ്രബുദ്ധമാണ്, സാക്ഷര കേരളമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിവരവും വിവേകവുമുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ മര്യാദക്ക് നിരക്കാത്ത പൊതുജനങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും നേരെ നിറയൊഴിക്കുന്ന സമീപനം നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. അതാണ് കേരളത്തിലെ നിലമ്പൂർ വനത്തിൽ സംഭവിച്ചത്. കുപ്പുസ്വാമിയെയും അതുപോലെ തന്നെ അജിതയെയും ഏതാണ്ടൊരേ അകലത്തിൽ നിന്ന് ഈ രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് പെറുക്കിയെടുത്തത് 26 വെടിയുണ്ടകളാണ്. ആ വെടിയുണ്ടകൾ പറയുന്ന കഥ എന്ത് എന്ന് ചോദിച്ചാൽ നിരപരാധികളെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നല്ലാതെ മറ്റൊരു രോമത്തിന് പോലും അത്യാധുനിക ആയുധങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. വിദേശ നിർമ്മിത തോക്കുകൾ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ പോലീസ് അനഞ്ഞെടുത്ത കഥകളാണ്. ആ കഥകളാണ് ശരിയെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങളും അതുപോലെ തന്നെ തോക്കുകളുമുള്ള ഇവരുടെ കൈകളിൽ നിന്ന് ഉതിർന്ന വെടിയുണ്ടകളിൽ ഒരെണ്ണം പോലും എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ സാധിക്കാതെ പോയത്? ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിൽ ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിരപരാധികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന തിരക്കഥകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വ്യാജ ഏറ്റുമുട്ടലുകൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കരുത് എന്ന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ ഇന്ത്യൻ അനുഭവം വെച്ചുകൊണ്ട് പ്രബുദ്ധ കേരളത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം അറിയണം, അതിന്റെ അവസാനത്തെ ഇരയാണ് ഭോപ്പാലിലെ ചെറുപ്പക്കാർ. ഭോപ്പാലിലെ നിരപരാധികളായ ആളുകൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. 47 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ഏപ്രിലിൽ ഇന്ത്യ രാജ്യത്ത് കോടതി മുറ്റത്ത് ശിക്ഷിക്കപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ ഈ രാജ്യത്ത് ഫേക്ക് എൻകൗണ്ടറിന് നേതൃത്വം കൊടുത്തവരാണ്. ആരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ? ഈ രാജ്യത്ത് നിയമത്തിന് കാവൽ നിൽക്കേണ്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തതിന്റെ പേര് രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ് നമ്മുടെ രാജ്യത്തെ നിയമപാലകർ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ശക്തമായ സൂചനയാണ് നമുക്കതിലൂടെ കണ്ടെത്താൻ കഴിയുന്നത്. ഭോപ്പാല് നമ്മൾ കണ്ടല്ലോ, ഭോപ്പാലിലിട്ട് ചെറുപ്പക്കാരെ ക്രൂരമായി വെടിവെച്ച് കൊല്ലുകയുണ്ടായി. നമ്മൾ ഓരോരുത്തരും ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്തിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ മീഡിയകൾ ഈ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പൊതുബോധം എന്ന് പറയുന്നത് മിണ്ടാൻ പാടില്ലാത്ത പൊതുബോധമാണ്. ആ അർത്ഥത്തിലുള്ള ഒരു പൊതുബോധത്തിനകത്ത് സ്വന്തം വീട്ടിൽ നിന്ന് നിരപരാധികളായ ചെറുപ്പക്കാരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പോലും മൗനം പുൽകാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മൗനികളാകാനുള്ള വിദ്യാഭ്യാസമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്താലും സഹിക്കാൻ കഴിയുന്ന, എന്ത് കഴിഞ്ഞാൽ ചെയ്താലും ചെറുക്കാൻ പാടില്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് ഈ രാജ്യത്തെ ജനവിഭാഗത്തെ മോൾഡ് ചെയ്തെടുക്കുന്നിടത്താണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും ഒരുത്തിനെ പിടികൂടിയാൽ പോലും നമ്മുടെ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നിങ്ങളറിയില്ലേ, ഈ കൊച്ചു കേരളത്തിൽ നിന്നും മാത്രം 130ഓളം ചെറുപ്പക്കാർ UAPA നിയമപ്രകാരം പരപ്പന അഗ്രഹാര ജയിലിലും കേരളത്തിന്റെ പുറത്തുള്ള ജയിലുകളിലും കിടക്കുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു നോക്കിയിട്ടുണ്ടോ അവർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന? നിരപരാധികളായ ചെറുപ്പക്കാരെ പ്രബുദ്ധ കേരളത്തിന്റെ നടുമുറ്റത്തിൽ നിന്ന് പിടികൂടിയിട്ട് ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ UAPA ചുമത്തി ജീവിതത്തിന്റെ ആയുസ് മുഴുവൻ ഇരുമ്പഴികൾക്കുള്ളിൽ തളച്ചിടുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്യുവാനുള്ള ആർജവം എന്ത് പ്രബുദ്ധ കേരളത്തിന് നഷ്ടപ്പെട്ടു പോയത്? ഞാൻ പറഞ്ഞു വരുന്നത് ആ
അർത്ഥത്തിലാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരമായ നീക്കങ്ങൾ നടക്കുന്നത്. ഭോപ്പാലിൽ നടന്ന സംഭവത്തെ കുറിച്ച് നമ്മൾ കേട്ടതെന്താ? സിമി പ്രവർത്തകർ ഏറ്റുമുട്ടലിൽ മരിച്ചു എന്നുള്ളതാണ്. സിമി എന്ന് പറയുന്ന നാമകരണം ആരെയാണോ ഒതുക്കാൻ തീരുമാനിക്കുന്നത് അവർക്കിന്ന് ഭരണകൂടം ഇട്ടുകൊടുക്കുന്ന ഓമനപ്പേരാണ് സിമി എന്ന് പറയുന്നത്. എന്താണ് സിമി എന്ന് ഇവർക്കറിയില്ല, എന്താണ് സിമി എന്ന് ഈ രാജ്യത്തുള്ള ആളുകൾക്കറിയില്ല. പക്ഷേ ഇന്ന് ആരെയെങ്കിലും പിടികൂടണമെങ്കിൽ ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ലഷ്കർ എ തൊയ്യബയുണ്ട്, ഇന്ത്യൻ മുജാഹിദീനുണ്ട്. അതുപോലെ അവർക്കെടുത്ത് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല നാമകരണമാണ് സിമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർക്കും കൊടുത്തിരിക്കുന്ന പേര് സിമി എന്ന നാമകരണമാണ്. അവർ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ ഒരു പക്ഷേ അവർ അടുത്ത് വരാനിരിക്കുന്ന കേസിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കെ നിരപരാധികളായി വിട്ടയക്കാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരെയാണ് തെരുവിലിറക്കി ക്രൂരമായി കൂട്ടക്കൊല ചെയ്തത്. അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം കൂടി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ ചെറുപ്പക്കാരെ ക്രൂരമായി വധിച്ചത്. ഒരുപാട് ചോദ്യങ്ങൾ ഇത് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട്. 2-3 സ്ഥലങ്ങളിലാണ് ഈ 8 പേര് താമസിപ്പിച്ചിരുന്നത്. ഈ 3-4 സ്ഥലങ്ങളിൽ നിന്ന് 2-3 സ്ഥലങ്ങളിൽ നിന്ന് വളരെ സെക്യൂരിറ്റി സംവിധാനമുള്ള ISO അംഗീകാരമുള്ള ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകാപരമായ ജയിൽ എന്ന് പറയുന്ന ഭോപ്പാലിലെ ജയിലിലാണ് ഈ ചെറുപ്പക്കാർ താമസിച്ചിരുന്നത്. 3 സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന ഈ ചെറുപ്പക്കാർക്ക് 10-11 സൈനിക സെക്യൂരിറ്റി ബാരക്കുകൾ കടന്നു വന്നിട്ട് വേണം മതിൽ ചാടാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സെക്യൂരിറ്റി ബാരക്കുകളിലെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തോക്കുമായി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറയണം, ഭോപ്പാൽ ജയിലിലെ സെക്യൂരിറ്റി ബാരക്കുകളിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിലുള്ളത് കളിത്തോക്കാണെന്ന് പറയാൻ ഭരണകൂടം സന്നദ്ധമാകണം. അതല്ല, ആ തോക്കിനകത്ത് വെടിയുണ്ടെങ്കിൽ എന്തിനാണ് ഈ ചെറുപ്പക്കാരെ തെരുവിൽ കൊണ്ടുപോയി കൊല ചെയ്തത് എന്ന് ഭരണകൂടം വിശദീകരിക്കേണ്ടതാണ്. ഈ പറയപ്പെട്ട 11 സൈനിക ബാരക്കുകൾ കടന്നിട്ടാണ് 10-20 അടിയിലധികം വരുന്ന ഈ മതിൽക്കെട്ടിന്റെ അടുത്തേക്ക് അവരെത്തുന്നത്. രണ്ടാമത്തെ ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നത്, ഏറ്റവും ഹൈ സെക്യൂരിറ്റി ഉള്ള ഭോപ്പാൽ ജയിലിന്റെ സെക്യൂരിറ്റി ബാരക്കുകളിൽ CCTV ക്യാമറകളില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ആ CCTV ക്യാമറകളിൽ ഈ ചെറുപ്പക്കാർ ജയിലിൽ ചാടുന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിനും ഭരണകൂടത്തിന് ഉത്തരമില്ല. ഞാൻ പറയുന്നത് ഇത് ഭരണകൂടം ഫേക്ക് എൻകൗണ്ടറുകളിൽ എന്നും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. നിങ്ങൾക്കറിയില്ലേ, ഏതാണ്ട് പാർലമെന്റ് ആക്രമണം നടന്ന ഒരു സന്ദർഭം 5 പേരാണോ 6 പേരാണോ പാർലമെന്റ് ആക്രമണത്തിൽ കുരുകുതി കൊടുക്കപ്പെട്ടത് എന്ന് ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, നാം കണ്ണു തുറന്ന കാര്യങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തെ മീഡിയകൾക്ക് ബാധിച്ചിരിക്കുന്ന തിമിരം എന്റെ പ്രിയപ്പെട്ട പ്രബുദ്ധ കേരളത്തിന് ബാധിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാർലമെന്റ് ആക്രമണത്തിൽ വധിക്കപ്പെട്ടത് 5 പേരാണോ 6 പേരാണോ കൃത്യമായ കണക്ക് പറഞ്ഞിട്ടില്ല. 5-എന്നും 6-എന്നും പറയുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഈ രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. വളരെ സെൻസിറ്റീവ് ഏരിയയായ പാർലമെന്റിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നിരപരാധികൾ, ഈ രാജ്യത്ത് ഭീകരവാദികൾ പാർലമെന്റ് ആക്രമിക്കാൻ വന്നു എങ്കിൽ ആ പാർലമെന്റിന്റെ മുമ്പിലുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് ഈ രാജ്യത്ത് അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ള ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ന് വരെ ഭരണകൂടത്തിന് പാർലമെന്റിന് മുമ്പിൽ നടന്ന പാർലമെന്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നൽകിയ സൂചന എന്താണെന്ന് ചോദിച്ചാൽ, ഏകപക്ഷീയമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ചിലത് വെളിപ്പെടുത്തപ്പെടുന്നു, അതിൽ ചിലത് പിടികൂടപ്പെടുന്നു എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. വിയോജിക്കാൻ പാടില്ല. വർഗീയ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിയോജിപ്പുകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, മുഹമ്മദിന്റെ ജീബിന്റെ കാര്യം എടുത്തതുപോലെ ഒരുപാട് സാഹിത്യകാരന്മാർ, സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലുള്ള ആളുകൾ രാജ്യത്തെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അവരോട് നമ്മുടെ ഭരണകൂടം സംസാരിച്ചത് വെടിയുണ്ട കൊണ്ടാണ്. ചരിത്രം നമ്മൾ വിസ്മരിച്ചിട്ടില്ല. ഗോവിന്ദ പെൻസാരെ പോലെയുള്ള, അതുപോലെ തന്നെ കൽമുർഗിയെ പോലെ
ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മുടെ ഭരണകൂടം സംസാരിച്ചത് വെടിയുണ്ട കൊണ്ടാണ്. ഗോവിന്ദ പെൻസാരെ വൈകുന്നേരം ഈവനിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങുന്ന ഘട്ടത്തിലാണ് കുടുംബസമേതം യാത്ര ചെയ്യുന്ന ഗോവിന്ദ പെൻസാരയെ തെരുവിൽ വെച്ച് ക്രൂരമായി വധിച്ചത്. മിണ്ടാൻ പാടില്ല, അതുപോലെ തന്നെ വിയോജിക്കാൻ പാടില്ല. വിയോജിക്കുന്നവരെ ഞങ്ങളെ വകവരുത്തുമെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ പിന്മുറക്കാരും അതുപോലെ തന്നെ അനുയായികളുമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോ രാജ്യത്തോട് തന്നെ സംഘപരിവാർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവർ ആദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടി, അത് കഴിഞ്ഞിട്ട് തൊഴിലാളികളെ തേടി, അത് കഴിഞ്ഞിട്ട് കത്തോലിക്കനെ തേടി, അത് കഴിഞ്ഞിട്ട് ജൂതനെ തേടി, അത് കഴിഞ്ഞിട്ട് സ്വന്തത്തെ തേടി വന്നപ്പോൾ പ്രതികരിക്കാൻ ആളുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ മൃദുഹന്തത്വ സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രത്തിൽ കാണിച്ച നിരുത്തരവാദപരമായ സമീപനത്തിന്റെ പേരിലാണ് അവരിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ സെക്യുലർ കക്ഷികൾ സവർണ പൊതുബോധത്തിന്റെ പുറമോടി അടിച്ചെറിഞ്ഞുകൊണ്ട് ശുദ്ധമായ ജനകീയ പോരാട്ടത്തിന്, ഫാസിസത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന് ഈ രാജ്യത്ത് നേതൃത്വം കൊടുക്കാൻ അവർ സന്നദ്ധമാകണമെന്നാണ് ഞാൻ പറയുന്നത്. ആ അർത്ഥത്തിലുള്ള വിവേകം അവരിന്ന് വരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഘപരിവാർ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തോടല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗത്തോടുമാണ്. സാധാരണക്കാർ അതനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ട് പിന്മാറ്റം എന്ന് പറയുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തോടുള്ള ഏറ്റവും വലിയ യുദ്ധപ്രഖ്യാപനമാണ് എന്ന് നാളുകൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, സാധാരണക്കാരൻ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു, നിങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന രാജ്യസ്നേഹത്തോടെ നിൽക്കണമെന്ന്. എങ്കിൽ ആ ക്യൂവിന്റെ മുമ്പിൽ ശ്രീ നരേന്ദ്രമോദി നിൽക്കുമായിരുന്നുവെങ്കിൽ നമുക്ക് പിന്നിൽ നിൽക്കാമായിരുന്നു. നാടൂര് ചുറ്റുന്ന ലക്ഷങ്ങളുടെ കൂട്ടിട്ട് ജീവിതം നയിക്കുന്ന സുഖ സൗകര്യങ്ങളിൽ സുഖ സുഷുപ്തിയിലാണ്ട് കിടക്കുന്ന ജീവിതത്തിൽ ആ അർത്ഥത്തിൽ അധികാരത്തിന്റെ ലഹരിയിൽ സാധാരണക്കാരായ ജനവിഭാഗത്തിന്റെ ജീവിത പ്രതിസന്ധികളെയും അതുപോലെ തന്നെ പ്രയാസങ്ങളെയും പരിഹസിച്ചു തള്ളുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ഉപദേശം അതിനേക്കാൾ ഭീകരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ വൈകുന്നേരം യാത്ര ചെയ്യുക, കടകളിൽ ഇന്ന് ആളുകളില്ല, അതുപോലെ തന്നെ കടകളിൽ തൊഴിലാളികളില്ല. ഒരൊറ്റ ന്യായമാണ് പറയുന്നത്, കള്ളപ്പണം വെളുപ്പിക്കാൻ എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നു, കള്ളപ്പണം വെളുപ്പിക്കാനാണ് താങ്കളുടെ ഭാഗത്ത് നിന്നുള്ള നീക്കമെങ്കിൽ ആദ്യം താങ്കളുടെ അനുയായികളെ വിളിച്ചിട്ട് കയ്യിലുള്ളത് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് രാജ്യത്തിലുള്ള കള്ളപ്പണത്തിന്റെ വലിയൊരു ശതമാനം ഈ രാജ്യത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും. ഇത് വെറും വർത്തമാനമല്ല, നാളിതുവരെ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, അത്തരം കഥകൾ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ സഹോദരന്മാരെ, 100ഓളം പേർ മരണപ്പെടുകയുണ്ടായി. നമ്മുടെ പ്രധാനമന്ത്രി നമ്മോട് പറഞ്ഞത്, ഞാൻ വേണമെങ്കിൽ മരിക്കാൻ തയ്യാറാണ് എന്നാണ്. ഡിസംബർ 31 ഏതാണ്ട് ഇത് ശരിയായിട്ടില്ല എങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ നമുക്കതിന് കാഴ്ചക്കാരാകേണ്ടി വരും. കാരണം ഡിസംബർ 31 ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കുന്നു എന്നെന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ ATM-ന്റെ മുമ്പിൽ, ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ക്യൂ ഇല്ല, അതുപോലെ തന്നെ റേഷൻ ഷോപ്പിന്റെ മുമ്പിൽ ക്യൂ ഇല്ല. കാരണം പണം കിട്ടിയിട്ട് വേണ്ടേ വല്ലതും വാങ്ങാൻ. ഇപ്പോൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തെ ATM-ന്റെയും ബാങ്കിന്റെയും മുമ്പിലാണ്. ഇപ്പോൾ ഇതുവരെ ക്യൂവിൽ നിന്ന് മരണം സംഭവിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, ഈ രാജ്യത്തെ ഒരു ഭരണ പരിഷ്കരണത്തിന് വേണ്ടി ഈ രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാരുടെ കൂട്ടത്തിൽ നിന്ന് 100ഓളം ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെന്ത് ന്യായമാണ് ഒരു പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ പൗരന്മാരോട് പറയാനുള്ളത്? തന്റെ ജീവനേക്കാൾ ഈ രാജ്യത്തെ ജനവിഭാഗത്തിന്റെ ജീവിതത്തിന്, തന്റെ ജീവിതത്തിന്റെ സൗകര്യത്തെക്കാൾ ഈ ജനവിഭാഗത്തിന്റെ ജീവിത സൗകര്യത്തിന് പ്രാമുഖ്യം കൊടുക്കേണ്ടുന്ന ഒരു ഭരണാധികാരി പരിഹാസത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരിഹാസ പ്രഭാഷണത്തിന് വില കൊടുത്തത് 100ഓളം മനുഷ്യജീവനാണ്. ഇപ്പോൾ മരണം മാത്രമല്ല സംഭവിക്കുന്നത്, ഇപ്പോൾ ATM കാർഡിന്റെ മുമ്പിൽ, ATM ബൂത്തിന്റെ മുമ്പിൽ പ്രസവവും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രസവവും മരണവും മാത്രമല്ല, ഇനി കുടില് കെട്ടി താമസിക്കേണ്ടി വരും. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം, നമ്മുടെ സ്കൂളുകളിലെ മാഷന്മാർക്ക് ഒപ്പിട്ടിട്ട് കാണാനില്ല. എവിടെയാണ് മാഷ് പോയതെന്ന് ചോദിക്കുമ്പോൾ മാഷ് ATM ബൂത്തിന്റെ മുമ്പിലാണ്. കാരണം മാഷിന് ശമ്പളം കിട്ടിയിട്ടില്ല. എവിടേക്കാണ് രാജ്യത്തിന്റെ പോക്ക്? ഒരു രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനത്തെയും ബാങ്കിന്റെയും ATM-ന്റെയും മുമ്പിൽ ഏതാണ്ട് കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം ഒരു അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു എന്നത്
നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമല്ല, അപമാനകരമാണ്. പതിറ്റാണ്ടുകൾ കൊണ്ട് ഇന്ത്യ പടുത്തുയർത്തിയ അതിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന സമീപനമാണ് രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, 6% കള്ളപ്പണം പിടിക്കാൻ വേണ്ടി നമ്മുടെ ഭരണകൂടം എടുത്ത ചുവടുവെപ്പിന് ഏതാണ്ട് 84% ഈ രാജ്യത്തിന്റെ നാണയമാണ് പിൻവലിച്ചത്. മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് നാട്ടിലുള്ള ജനങ്ങൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ ഈ രാജ്യത്ത് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കണമെന്നാണ്. അതുകൊണ്ട് തീർന്നില്ല. ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾ അന്നുള്ള കൂലിപ്പണിക്കുള്ള അവരുടെ കൂലി ബാങ്കിൽ നിന്ന് സ്വീകരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ പ്രധാനമന്ത്രി എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഏതാണ് ഇന്ത്യ എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം. സ്വാതന്ത്ര്യം നേടിയിട്ട് ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലം നമ്മുടെ രാജ്യം പിന്നിട്ടിരിക്കുന്നു. 7 പതിറ്റാണ്ടിന്റെ ഇന്ത്യയിൽ ഇപ്പോഴും ഭക്ഷണം കിട്ടാത്ത 10-40 കോടി ജനവിഭാഗം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അക്ഷരമറിയാത്ത 10-40 കോടി ജനവിഭാഗം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അക്ഷരവും ഭക്ഷണവും കിട്ടാത്ത ഈ രാജ്യത്തെ ആദിവാസിയുടെയും ദലിതന്റെയും കയ്യിൽ ഡെബിറ്റ് കാർഡ് കൊടുക്കാനും ATM കാർഡ് കൊടുക്കാനും ഉപദേശിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി പറഞ്ഞ കാര്യം അധികമാണ് എന്നൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്ങനെയാണ് അതിന് സാധിക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കൊടുവള്ളി എടുക്കുക. ഈ കൊടുവള്ളിയിലെ സാധാരണക്കാരായ അമ്മമാരോടും പെങ്ങന്മാരോടും നിങ്ങൾ ഡെബിറ്റ് കാർഡ് കൊണ്ടാണ്, നിങ്ങൾ ATM കാർഡ് കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് പറയുക. കറൻസിലെസ് നോട്ടില്ലാത്ത ഒരു ജീവിതക്രമത്തെ കുറിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇതിനെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി. ഞാൻ പറയുന്നു, നരേന്ദ്രമോദിയുടെ ഈ സന്ദർഭത്തിലുള്ള നീക്കം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ബാബരി മസ്ജിദ് തകർത്തത്, രാജ്യത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചത്, ഈ രാജ്യത്ത് സംഘപരിവാർ അധികാരത്തിലേക്ക് കടന്നു വന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടിയല്ല, ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. അത് ഈ രാജ്യം ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, അദാനിയോട് വിവരം കൊടുത്ത ശ്രീ നരേന്ദ്രമോദി അമ്മയ്ക്കൊരു വിവരം കൊടുക്കാമായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമ്മയ്ക്ക് വിവരം കൊടുക്കാതെ സ്വന്തം ഭാര്യയെ വഴിയാധാരമാക്കി ഈ രാജ്യത്തെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കുന്ന പ്രധാനമന്ത്രി അല്പം ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അദാനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അംബാനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, വിജയമല്യക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇത് പറയുന്നത് ഏതെങ്കിലും ഒരുത്തനല്ല, കോലാലംപൂർ BJP MP സത്യജിത് റായിയാണ് പറയുന്നത്. ഇവർക്കെല്ലാം വിവരം കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ? നാട്ടുകാർ ഇന്ന് നോട്ടുകെട്ടിനല്ല നിലകൊള്ളുന്നത്, 2000ന്റെ നോട്ടിന്റെ ചില്ലറയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ആ നാട്ടിലാണ് ഈ പറയപ്പെട്ട പ്രധാനമന്ത്രിയുടെ രാജ്യസ്നേഹിയായ ഒരു മുൻ മന്ത്രി 500 കോടി ത്വനച്ചിട്ട് കല്യാണം നടത്തുന്നത്. പ്രധാനമന്ത്രി വിശദീകരിക്കണം. ജനാർദ്ദന റെഡ്ഡി എന്ന് പറയുന്ന മുൻ മന്ത്രിക്ക് എവിടെ നിന്നാണ് 500 കോടി രൂപ ഈ രാജ്യത്ത് ചെലവഴിക്കാൻ നവംബർ 8 പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്ര പെട്ടെന്ന് 24,000 വെച്ചിട്ടാണ് കിട്ടുന്നത് എങ്കിൽ ഇത്ര പെട്ടെന്ന് എവിടെ നിന്നാണ് ജനാർദ്ദന റെഡ്ഡിക്ക് ഈ പണം കിട്ടിയത് എന്ന് വിശദീകരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തീർന്നില്ല. BJPയുടെ 2011 യഥാർത്ഥത്തിലുള്ള വസ്തുതാപരമായ ഒരു കണക്കുണ്ട്, വസ്തുനിഷ്ഠാപരമായ കണക്ക്. ആ കണക്കിൽ അവർ പറയുന്നത് 60 ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ നിന്ന് കള്ളപ്പണമുണ്ട് എന്നാണ്. ആ കള്ളപ്പണം ആരുടേതാണ് എന്ന ലിസ്റ്റ് BJPയുടെ കയ്യിലുണ്ട്. ഒരു ഘട്ടത്തിൽ കോടതി അവരോട് ചോദിച്ചിട്ടുണ്ട്, ആ 60 കോടിയുടെ ലിസ്റ്റ് ഒന്ന് ഹാജരാക്കണമെന്ന്. എന്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഈ 60 ലക്ഷം കോടി രൂപയുടെ ലിസ്റ്റ് വെളിപ്പെടുത്തുന്നില്ല? മാത്രമാണോ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് പ്രഭാഷണം നടത്തിയത്? അദാനി ഗ്രൂപ്പ് കൊടുത്ത ഫൈറ്റിലൂടെയാണ് അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് ഈ രാജ്യത്ത് ഊരിചുറ്റിയത് എന്നെന്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളോട് രാജ്യസ്നേഹത്തെ കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രി, നമ്മോട് ക്യൂ നിൽക്കാൻ പറയുന്ന പ്രധാനമന്ത്രി, നമ്മോട് പട്ടിണി കിടക്കാൻ പറയുന്ന പ്രധാനമന്ത്രി 10 ലക്ഷത്തിന്റെ കോട്ടിട്ടിട്ട് അദാനി ഗ്രൂപ്പിന്റെ ഫ്ലൈറ്റില് ഊര് ചുറ്റിയിട്ടാണ് ഈ രാജ്യത്തെ ഈ ഒരു സ്വഭാവത്തിൽ അദാനിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 60 ലക്ഷത്തിന്റേത് നിൽക്കട്ടെ, ഏതാണ്ട് 628 സ്വിസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അത് ഇന്ത്യയിലെ ആരുടേതൊക്കെയാണ് എന്ന് നമ്മുടെ
പ്രധാനമന്ത്രിക്ക് അറിയാവുന്നതാണ്. ഞാൻ വളരെ വിനയത്തോടുകൂടി പറയുന്നു, ഈ നാട്ടിലെ ജോസഫിന്റെയും രാമന്റെയും മാതയുടെയും അന്നന്ന് ജോലി ചെയ്യുന്ന 1000-ന്റെയും 2000-ന്റെയും രൂപ എടുക്കുമ്പോൾ അവരുടെ കൈകളിൽ മഷി പുരട്ടാൻ ആവേശം കാണിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, 628ഓളം വരുന്ന സ്വിസ് ബാങ്കിൽ കിടക്കുന്ന കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് പുറത്ത് പ്രഖ്യാപിക്കാൻ രാജ്യസ്നേഹിയായ പ്രധാനമന്ത്രി സന്നദ്ധമാണോ എന്ന് ചോദിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. അങ്ങ് രാജ്യസ്നേഹിയാണ് എങ്കിൽ കൊടുവള്ളിയിലുള്ള എന്റെ പാവപ്പെട്ട അമ്മമാര് ATM-ന്റെ കാർഡിന്റെ മുമ്പ് ATM കൂത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് കയ്യിൽ മഷി പുരട്ടുന്ന ആവേശമുണ്ടല്ലോ, ആ ആവേശം അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഈ രാജ്യത്തെ കള്ളപ്പണക്കാരായ 628 പേരുടെ കയ്യിൽ മഷിയല്ല പുരട്ടേണ്ടത്, യഥാർത്ഥത്തിൽ കയ്യാമം വെക്കാൻ. അങ്ങനെയെങ്കിൽ അങ്ങ് ആദ്യം കയ്യാമം വെക്കേണ്ടത് അങ്ങക്ക് വിമാനമൊരുക്കിയ അദാനി ഗ്രൂപ്പിന്റെ കൈകളിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആളുകളെ കണ്ണ് വെട്ടിച്ച് കളയരുത്, ആളുകളെ കബളിപ്പിച്ച് കളയരുത്. നിങ്ങൾക്കറിയില്ലേ, സഹകരണ ബാങ്ക് മുഴുവൻ കള്ളപ്പണമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പൊളിറ്റിക്കലി CPM-നെയും കോൺഗ്രസിനെയും രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തകർക്കാനുള്ള ഊഴമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ ഈ രാജ്യത്ത് സഹകരണ വകുപ്പിന്റെ മുഴുവൻ കഴിവ് കള്ളപ്പണമാണെന്ന് പറയുന്ന അതേ രാഷ്ട്രീയ കക്ഷിയുടെ മഹാരാഷ്ട്രയിലെ സഹകരണ വകുപ്പ് മന്ത്രിയുടെ കാറിൽ നിന്നാണ് 92 ലക്ഷം രൂപ കള്ളപ്പണം പിടിച്ചത് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മനസ്സിലാക്കണം. അതുകൊണ്ട് തീർന്നിട്ടുണ്ടോ? തീർന്നിട്ടില്ല. ഈ പറയുന്ന രീതിയിൽ ഞാനും നിങ്ങളുമൊക്കെ ക്യൂ നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി 63ഓളം ഗ്രൂപ്പുകൾക്ക് 7000 കോടി രൂപ വിട്ടുകൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എഴുതി തള്ളിയത് നിങ്ങൾക്കറിയാം. പല കർഷകരും പലപ്പോഴും കയറിൽ ജീവൻ ഒടുക്കുന്നുണ്ട്. വിദർഭയിൽ, അതുപോലെ തന്നെ വയനാട്ടിൽ, രാജ്യത്ത് അവർ കൃഷിക്ക് വേണ്ടി എടുത്ത കൊച്ചു കൊച്ചു വായ്പകൾ തിരിച്ചടക്കാൻ കഴിയാത്തതിന്റെ പേരിൽ മക്കൾക്ക് കൈവശം കൊടുത്തിട്ട് അച്ഛനും അമ്മയും തൂങ്ങിച്ചാവുന്ന നമ്മുടെ രാജ്യത്ത് അദാനിക്കും അംബാനിക്കും ഈ രാജ്യത്ത് ഭരണകൂടം എഴുതി തള്ളിയത് 7000 കോടി രൂപയാണ്. തീർന്നോ? തീർന്നില്ല. 65,000 കോടി രൂപ ഈ രാജ്യത്തെ ഖജാനകൾ, ബാങ്കുകളിൽ ഈ രാജ്യത്ത് കിട്ടാക്കടമായിട്ട് കിടക്കുന്നുണ്ട്. ആ 65,000 കോടി രൂപ കിട്ടാക്കടമായി കിടക്കുമ്പോഴാണ് നിങ്ങൾ അറിയണം, അറിഞ്ഞേ പറ്റോ, ഈ അടുത്ത ദിവസത്തെ ഈ ക്യൂവിനെ എല്ലാം പരിഹസിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി 6000 കോടി രൂപ സൗത്ത് ആഫ്രിക്കയിലെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വീണ്ടും അദാനി ഗ്രൂപ്പിന് കടം കൊടുത്തു എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ആർക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട കൊലഗംഗന്മാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നമ്മോട് പറയുന്നു, ക്യൂവിൽ നിൽക്കുന്നവർ സത്യസന്ധരെന്നാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചത്. ക്യൂവിൽ നിൽക്കുന്നവർ സത്യസന്ധർ, അതേസമയം പാവപ്പെട്ടവർക്ക് മുമ്പിൽ നിൽക്കുന്നവർ കള്ളപ്പണക്കാരെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു സംസാരം നിങ്ങൾ ഇന്നലത്തെ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പറയുന്നു, ക്യൂവിൽ നിൽക്കുന്നവർ സത്യസന്ധരാണ്, അതേസമയം പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കള്ളപ്പണക്കാർ എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ കുത്തകൾക്കൊപ്പം നിൽക്കുന്ന സ്വന്തം അമ്മയെപ്പോലും ക്യൂവിൽ നിർത്തുന്ന, എന്നിട്ട് അദാനിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന, അതേസമയം സാമ്പത്തിക രംഗത്ത് ഒരു കൂടിയാലോചനയും നടത്താത്ത ഈ രാജ്യത്തെ വൻ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രിക്ക് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന സമീപനം കേരള സമൂഹമെങ്കിലും ഒഴിവാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കും ഒന്നും പറയാനില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക. പാർലമെന്റ് വിളിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, ഞാൻ പാർലമെന്റിനോട് സംസാരിക്കില്ല, ഞാൻ MP-മാരോട് സംസാരിക്കില്ല, ഞാൻ മന്ത്രിമാരോട് കൂടിയാലോചിക്കില്ല. അദ്ദേഹം സംസാരിക്കുന്നത് റേഡിയോയിലൂടെയാണ്. മറ്റൊരു അഡോൾഫ് ഹിറ്റ്ലർ ഇന്ത്യയിൽ ജന്മമെടുത്തിരിക്കുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അദ്ദേഹം പാർലമെന്റിനെ മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നു, അദ്ദേഹം കോടതിയെ മോൾഡ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പട്ടിണി കിടക്കുമ്പോഴും ആന്ധ്രയിൽ നിന്ന് ഇന്ന് വന്ന ഒരു കണക്ക് അതിശയോക്തിപരമാണെന്ന് തോന്നുന്ന കണക്കാണ്. 50,000 വിവാഹങ്ങൾ മുടങ്ങി എന്നാണ്. എവിടേക്കാണ് ഇന്ത്യ പോകുന്നത്? കെട്ടിച്ചയക്കാൻ പുറഞ്ഞിറങ്ങി നിൽക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടി ശേഖരിച്ച സമ്പത്ത്, അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പിന്റെ സ്വത്ത് പണമാക്കാൻ കഴിയാത്ത സാധാരണക്കാരുടെയും സാധുക്കാരന്റെയും പിച്ചച്ചട്ടിയിൽ നിന്നാണ് കെട്ടിക്കിടക്കുന്ന പണം ഈ രാജ്യത്ത്
അഥവാ കിട്ടാക്കടമുള്ള അദാനിക്ക് 6000 കോടി ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരുമിച്ച് നിന്ന് പോരാട്ടം നയിക്കേണ്ടുന്ന ഒരു ചരിത്ര സന്ധിയിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം സോഷ്യൽ നെറ്റ്വർക്ക് നോക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആ അർത്ഥത്തിൽ സോഷ്യൽ നെറ്റ്വർക്കിലൂടെയാണ് അങ്ങേയറ്റത്തെ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട SIOവിന്റെ ചുണക്കുട്ടികൾ നടത്തിയ അതിശക്തമായ പ്രതിഷേധ മാർച്ച്, ഞാൻ പറയുന്ന പ്രതികരണത്തിന്റെയും പ്രതിഷേധത്തിന്റെയും അവശേഷിക്കുന്ന പ്രതിനിധാനമാണെന്ന് എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ആ അർത്ഥത്തിലുള്ള പ്രതിരോധം, ആ അർത്ഥത്തിലുള്ള ചെറുത്തുനിൽപ്പ് ഇന്ത്യ രാജ്യത്ത് ശക്തിപ്പെട്ടു വരേണ്ടിയിരിക്കുന്ന പലരെയും കാണുന്നില്ല. ആർക്കൊക്കെയാണ് മടിയിൽ കനമുള്ളത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടി വരുന്നു. ഈ രാജ്യത്തിന്റെ നിസ്സാരമായ കാര്യങ്ങൾക്ക്, രക്തസാക്ഷികളെ സമ്മാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നാട് മുഴുവൻ സ്തംഭിക്കുമ്പോൾ, സാധാരണക്കാരൻ കടയടക്കുമ്പോൾ, സെയിൽസ്മാൻമാർ കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, ഈ രാജ്യത്തെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർഷകർ കാർഷിക വൃത്തിയിൽ നിന്ന് നട്ടെല്ലൊടിയുമ്പോൾ, സാമ്പത്തിക വ്യവഹാരം മുഴുവൻ സ്തംഭിക്കുമ്പോൾ, രാജ്യത്ത് വിവാഹങ്ങൾ മുടങ്ങുമ്പോൾ, ആളുകൾ ക്യൂവിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്തേ ഒരുപാട് പ്രക്ഷോഭങ്ങളുടെയും രക്തസാക്ഷികളെ ജന്മം നൽകിയ പാരമ്പര്യവുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പലരും മടിയിൽ കനമുള്ളവരാണ്. ഒരു കാര്യം ഞാൻ ഉണർത്തുന്നു, ഞങ്ങൾക്ക് മടിയിൽ കനമില്ല, ആരെയും ഭയപ്പെടാനില്ല, വെളുപ്പിക്കാൻ പണമില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ ഓരോന്നും നിങ്ങൾക്കറിയാമല്ലോ. രഘുറാം രാജൻ ചോദിച്ച ചോദ്യമുണ്ട്. രഘുറാം രാജൻ അഥവാ മുൻ റിസർവ് ബാങ്ക് ഗവർണർ എന്തുകൊണ്ടാ പുറത്തുപോയത്? നിങ്ങൾ പഠിച്ചു നോക്കിയിട്ടുണ്ടോ? രഘുറാം രാജൻ എന്ന് പറയുന്ന മുൻ റിസർവ് ബാങ്കിന്റെ ഗവർണർ പുറത്തുപോയത് പ്രധാനമന്ത്രി മോഡിജി ഈ കിട്ടാക്കടം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അദാനിയുടെ കിട്ടാക്കടം തിരിച്ചു പിടിക്കണം, അംബാനിയുടെ കിട്ടാക്കടം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്തേക്ക് ചാടിച്ചിട്ടാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഉർജിത് പട്ടേൽ എന്ന് പറയുന്ന റിസർവ് ബാങ്കിലേക്ക് റിലയൻസിന്റെ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പോരാട്ടം ഈ രാജ്യത്ത് നടന്നു വരേണ്ടതായിട്ടുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും സംബന്ധിച്ച് പറയുമ്പോൾ ഈ പോരാട്ടം ഒരാദർശത്തിന്റെ അടിത്തറകളിൽ നിന്ന് ഉയരെടുത്ത പോരാട്ടമാണ്. ജാതീയതയുടെ അതിർവരമ്പുകൾക്കകത്ത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തോട് അതിശക്തമായി ഐക്യദാർഢ്യപ്പെടുന്ന ഒരു പ്രസ്ഥാനം. ആ ഐക്യദാർഢ്യപ്പെടലിന്റെ ആശയം എന്ന് പറയുന്നത് ജാതീയതയുടെ അതിർവരമ്പുകളെ അടിച്ചുപണിയുന്ന, മനുഷ്യനകത്ത് സാമൂഹ്യ സമത്വത്തിന്റെ ഉജ്ജ്വലമായ ആശയത്തെ ഉദ്ഘോഷിക്കുന്ന ഒരു ദർശനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ജാതീയതയോട് SIOവിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഇന്ന് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക രംഗത്ത് അസമത്വം സൃഷ്ടിക്കുകയും പരിസരഹിതമായ സമ്പദ്ഘടന രൂപപ്പെടുത്തിയെടുക്കുകയും ആഗോള സാമ്പത്തിക ഏജൻസികൾക്ക് രാജ്യത്തിന്റെ വിപണി തന്നെ മോണിറ്റർ ചെയ്യാവുന്ന സ്വഭാവത്തിൽ അതിൽ അനധികൃതമായ ഇടപെടലുകൾ ഭരണകൂടം നടത്തുകയും ചെയ്യുമ്പോൾ സമ്പദ്ഘടനയെ കുറിച്ച് അതിശക്തമായ ഒരു കാഴ്ചപ്പാട് അൽ മാലു മാലുള്ള ദൈവമാണ് യഥാർത്ഥത്തിൽ സമ്പത്തിന്റെ ഉടമസ്ഥനെന്നോ അതിൽ പാവപ്പെട്ടവൻ അവകാശമുണ്ട് എന്നുമുള്ള ഉജ്ജ്വലമായ ആശയ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആദർശ പോരാട്ടം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വിഭാഗത്തിന്റെ മാത്രം ചെറുത്തുനിൽപ്പ് കൊണ്ട് നമുക്ക് പരാജയപ്പെടുത്താവുന്ന ഒന്നല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ മറന്നോ പോർച്ചുഗീസുകാരനെ കെട്ടുകെട്ടിച്ചത്? നിങ്ങൾ മറന്നോ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചത്? നിങ്ങൾ മറന്നോ ഡച്ചുകാരെ കെട്ടുകെട്ടിച്ചത്? ആ ഡച്ചുകാരന്റെയും പോർച്ചുഗീസുകാരന്റെയും ബ്രിട്ടീഷുകാരന്റെയും പാരമ്പര്യം പേറുന്ന കോർപ്പറേറ്റുകളുടെ പാണ്ഡക്കെട്ടുമായി കടന്നു വന്ന നരേന്ദ്രമോദിയെ അതിശക്തമായി കെട്ടുകെട്ടിക്കാൻ യോജിച്ച പോരാട്ടം അനിവാര്യമാണ്. ഏതുപോലെ സാമൂതിരി രാജാവും കാവി മുഹമ്മദ് ഒരുമിച്ചതുപോലെ, ഉമർ കാവി യോജിച്ചതുപോലെ, ഈ രാജ്യത്തെ MP നാരായണ മേനോനും ആലി മുസ്ലിയാരും യോജിച്ചതുപോലെ ഹിന്ദു
ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഈ രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് നമ്മെ തകർക്കാനുള്ള, നമുക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള, നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാനുള്ള, രാജ്യത്തെ സമ്പദ്ഘടനയെ തന്നെ അട്ടിമറിക്കാനുള്ള ഇന്ന് കേരളത്തിലേക്ക് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. കേരളം ലക്ഷ്യം വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ നിരവധി നീക്കങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മലബാർ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തെക്കൻ കേരളത്തിലെ ATM ബാങ്ക് ATM ബൂത്തുകളിൽ കിട്ടുന്ന അത്ര പോലും പണം മലബാറിലെ പണം നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ നീണ്ട ക്യൂ ആണ്. ഞാൻ ഇന്നലെ എറണാകുളത്ത് ചെന്നപ്പോൾ അത്ര ക്യൂ ഇല്ല. തിരുവനന്തപുരത്ത് ചെന്നാൽ അത്ര ക്യൂ ഇല്ല. ഒരു ഭരണകൂടം ഒരു ജനതയെ ഈ അർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് അനാരോഗ്യകരമാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, മലബാറിന് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ പാരമ്പര്യമുണ്ട്. ഭരണകൂടത്തിന്റെ പാദസേവ നടത്തിയ പാരമ്പര്യമല്ല, ഭരണകൂടത്തെ അതിശക്തമായി ചോദ്യം ചെയ്ത പാരമ്പര്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, മലബാറിനെ ലക്ഷ്യം വെക്കുന്നു. അതുകൊണ്ടാണ് മലപ്പുറത്ത് സിവിൽ സ്റ്റേഷന് ഒരു ബോംബ് പൊട്ടിയപ്പോൾ എത്ര പെട്ടെന്നാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നത്. ഒരു ഈച്ച പോലും ചത്തുപോകാത്ത, ഒരു പൂച്ചക്ക് പോലും പരിക്കേൽക്കാത്ത, എന്നിട്ടോ ആ വാഹനം അങ്ങ് പൊക്കിയെടുത്തിട്ട് അതിന്റെ അടിയും മുകളും പരിശോധിച്ചിട്ട് അവസാനം അതിന്റെ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ വളരെ വിനയത്തോടുകൂടി പറയുന്നു, അപ്പോഴേക്ക് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു ആ മലപ്പുറത്ത് പട്ടാള ക്യാമ്പ് സ്ഥാപിക്കണമെന്ന്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, ഇത് കേട്ടാൽ തോന്നുക ഈ കൊച്ചു കേരളം 1950-കൾക്ക് ശേഷം, ഈ കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി നടന്ന ബോംബ് ബ്ലാസ്റ്റ് മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ നടന്നതാണ് എന്ന് തോന്നുന്ന സ്വഭാവത്തിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്. വിഷുവിന് പടക്കം പൊട്ടുന്നത് പോലെ ഈ രാജ്യത്ത് കണ്ണൂരിലും കതിരൂരിലുമൊക്കെ ബോംബ് സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോംബ് സ്ഫോടനങ്ങളിലെല്ലാം സംഘപരിവാറിന്റെ അനുയായികൾ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ അവിടെയൊക്കെ പട്ടാളം ഇറങ്ങിയിട്ട് പോരെ ഈ മലപ്പുറത്തേക്ക് പട്ടാളത്തെ പറഞ്ഞേക്കാൻ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലപ്പുറത്തുകാർക്ക് വിവരമുണ്ട്, മലപ്പുറത്തുകാർക്ക് വിവേകമുണ്ട്. മലപ്പുറത്തുകാർ ആയുധം കൊണ്ടല്ല മലബാറിലുള്ള ആളുകൾ പ്രതികരിക്കുന്നത്, ആശയം കൊണ്ടാണ്. നിങ്ങൾക്കറിയില്ലേ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഫൈസൽ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട അനുജൻ അതിക്രൂരമായി വധിക്കപ്പെട്ടത്. കൊടിഞ്ഞി എന്ന് പറയുന്ന മുസ്ലിം സമൂഹം തിങ്ങി താമസിക്കുന്ന ഫാറൂഖ് നഗർ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഏതാണ്ട് അവരുടെ മക്ക പോലെ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രദേശത്ത് നടുത്തളത്തിലിട്ട് ഇരുട്ടിനെ സാക്ഷി നിർത്തി ആശയത്തെ ഭയപ്പെടുന്നവർ ആയുധമെടുത്തപ്പോൾ ആശയം കൊണ്ട് നേരിടലാണ് ആർജവം എന്ന് സംഘപരിവാറും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആശയത്തെ ആയുധം കൊണ്ട് നേരിടുകയും അർദ്ധരാത്രിയുടെ അല്ലെങ്കിൽ പുലരുന്ന ഇരുട്ടിന്റെ മറ പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്റെ ശിരസ്സുകളിലും ശരീരത്തിലും അതിശക്തമായി പ്രകരമേൽപ്പിച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. ഞാൻ പറയുന്നത് അത് കണ്ണൂരല്ല, അത് മലബാറാണ്, അത് മലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ 1, 2, 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്കറിയാമോ, ഒരു സാധാരണക്കാരന്റെ കട പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല, ഒരു സമാധാന അന്തരീക്ഷവും അവിടെ തകർക്കപ്പെട്ടിട്ടില്ല, ഒരു നിരാധാജ്ഞയും അവിടെ പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടില്ല. ആ ചെയ്തിയെ ആ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ഒറ്റക്കെട്ടായി നേരിട്ട മലപ്പുറത്തിന്റെ സൗഹൃദം സുബ്രഹ്മണ്യ സ്വാമിക്കറിയില്ല. അതുപോലെ തന്നെ ഏറ്റവും വൃത്തികെട്ട പ്രഭാഷണം നടത്തിയ ആരാണ് അയാൾക്ക് ഡോക്ടറേറ്റ് കൊടുത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഡോക്ടർ ഗോപാലനറിയില്ല. ടീച്ചർ എന്ന് പറയുന്ന പദത്തോട് പോലും ജീവിതം കൊണ്ടോ കർമ്മം കൊണ്ടോ ധർമ്മം കൊണ്ടോ നീതി പുലർത്താത്ത ശശികല ടീച്ചർക്കും അതറിയില്ല. അവർക്കറിയണമെങ്കിൽ ഞാൻ പറയുന്നു, മലപ്പുറത്ത് 10 ദിവസം ജീവിച്ച ഇതര ജനവിഭാഗത്തിന്റെ സ്നേഹവും സൗഹൃദവും അനുഭവിച്ചാൽ നിങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരാം. പക്ഷേ മലപ്പുറത്തെ ജനത തിരിച്ചടിച്ച് നിങ്ങൾക്കറിയാം, ഫൈസലിനെ കൊന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് ഫൈസലിന്റെ അമ്മ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മക്കയിൽ നിന്ന് ഹംസ ചോദിച്ചതുപോലെ ചോദിച്ചോ, ഫൈസലിനെ കൊല്ലുന്നവർ മനസ്സിലാക്കുക,
നിങ്ങൾക്ക് ഫൈസലിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഞാനും എന്റെ മോൻ ഫൈസലിന്റെ കൂടെ പോകാൻ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് അസാധ്യമാണ്. ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ, സമകാലിക വെല്ലുവിളികളെ കോർപ്പറേറ്റ് പിൻബലത്തോടുകൂടി നേരിടുന്നതിന് പകരം സുതാര്യമായ ദർശനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നേരിടാൻ ആധുനിക ഭരണകൂടം മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഈ രാജ്യത്തെ സെക്യുലർ കക്ഷികൾക്ക് ധർമ്മമുണ്ട്. ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ധർമ്മമുണ്ട്. ഈ രാജ്യത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ധർമ്മമുണ്ട്. നാടിന്റെ വൈവിധ്യം തകർക്കപ്പെടാതിരിക്കാൻ, നാടിന്റെ സൗഹാർദ്ദം തകർക്കപ്പെടാതിരിക്കാൻ ഇസ്ലാമിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ആശയം വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദ അല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ നദീർ. ആയുധത്തെ ആയുധം കൊണ്ട് നേരിടാനല്ല, വെറുപ്പിന്റെ ദർശനത്തെ വെറുപ്പിന്റെ ദർശനം കൊണ്ട് നേരിടാനല്ല, ആയുധത്തെ ആശയം കൊണ്ട് നേരിടാൻ, സംവാദങ്ങൾ അടഞ്ഞുപോയെടുത്ത സംവാദങ്ങൾക്ക് തുടക്കം കുറിക്കാൻ, സൗഹാർദ്ദങ്ങൾ തകർക്കപ്പെടുന്നിടത്ത സൗഹാർദ്ദങ്ങളുടെ വിത്തിട്ട് വളർത്താൻ, പരസ്പരം ബഹുസ്വരതയെ മാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാമിക ദർശനം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ സമ്മേളനത്തിൽ നൽകാനുള്ള സന്ദേശവും ഇസ്ലാമിക ഐഡിയോളജിയിൽ നിന്ന് സ്നേഹത്തെ അങ്ങേറ്റത്തെ ഏറ്റവും നല്ല ക്യാപിറ്റലായി എടുത്ത ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ പരസ്പരം ചേർന്നു നിന്ന് ചെറുക്കാനും മറികടക്കാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമയം അധികരിച്ചിരിക്കുന്നു. ഈ സമ്മേളനം, ഇതിലെ കരുത്തുറ്റ എന്റെ കൊച്ചനുജന്മാരുടെ പ്രകടനം ഇന്ത്യയെ കുറിച്ച് നമുക്കൊരുപാട് സ്വപ്നങ്ങൾ നൽകുന്ന, ഇന്ത്യ മരിച്ചിട്ടില്ല, ഇന്ത്യയിലെ യുവാക്കൾ മരിച്ചിട്ടില്ല, ഇന്ത്യയിലെ പുതിയ തലമുറയുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ നല്ല സമൂഹത്തിന്റെ നിർമ്മിതിയും സാധ്യമാകുന്നതുവരെ ജീവാർപ്പണം ചെയ്യാൻ നാം ഒരുക്കമാണെന്ന് ഈ നാടിനെ, ഈ ജനതയെ അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ, തിരുനാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മുജീബ് റഹ്മാൻ സാഹിബിന് 1000 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.